A very good morning, my dear students. We have talked about lot of option trading strategies, and today we will learn about other trading option strategies. Like it is combination of options. This straddle strategy is combination of options. You know that options are very versatile in nature. There are a large number of trading strategies that can be created by combination of options. These strategies are used for trading as well as for hedging purposes. If options are combined with the objective of risk containment, straddle it consists of buying a put option and a call option. അതായത് പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും ഒരുമിച്ച് വാങ്ങിച്ചിട്ട് അതേ ഒരേ പ്രൈസിലുള്ളത് ഒരേ ഡേറ്റ് ഓഫ് എക്സ്പയറേഷനിലുള്ളത് അങ്ങനെ കോമ്പിനേഷൻ ഓഫ് ഓപ്ഷൻ ട്രേഡിംഗ് നടത്തുന്നതിനെയാണ് നമ്മൾ സ്ട്രാഡിൽ എന്ന് വിളിക്കുന്നത്. സോ സ്ട്രാഡിൽ ഈസ് ആൻ അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ഫോർ ആൻ ഇൻവെസ്റ്റർ ഹു എക്സ്പെക്ട്സ് എ ലാർജ് മൂവ് ഇൻ ദ പ്രൈസ് ബട്ട് ഡസ് നോട്ട് നോ ഇൻ വിച്ച് ഡയറക്ഷൻ ദ മൂവ് വിൽ ബി. അതായത് ഏതൊരു ഡയറക്ഷനിലേക്കാണോ മാർക്കറ്റ് പോകുന്നത് എന്ന് അറിയാത്ത ഒരാളപ്പോൾ എന്ത് ചെയ്യും? ലോങ് ഓപ്ഷനും ഷോർട്ട് ഓപ്ഷനും അയാൾ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും അയാൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യും. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തനിക്ക് റൈറ്റ് ടു സെല്ലാണ്, റൈറ്റ് ടു സെൽ ആൻ ഓപ്ഷൻ. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൈറ്റ് ടു ബൈ ആൻ ഓപ്ഷൻ അല്ലേ? സോ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും ഒരുപോലെ വാങ്ങിച്ച് പർച്ചേസ് ചെയ്തിട്ട് സെയിം എക്സസൈസ് പ്രൈസിന് ഡേറ്റ് ഓഫ് എക്സ്പയറേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രാഡിൽ എന്ന് വിളിക്കുന്നത്. സ്ട്രാഡിൽ ഈസ് ആൻ അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ഫോർ ആൻ ഇൻവെസ്റ്റർ ഹു എക്സ്പെക്ട്സ് എ ലാർജ് മൂവ് ഇൻ ദ പ്രൈസ് ബട്ട് ഡസ് നോട്ട് നോ ഇൻ വിച്ച് ഡയറക്ഷൻ ദ മൂവ് വിൽ ബി. സ്ട്രാഡിൽസ് മേ ബി ലോങ് സ്ട്രാഡിൽ ഓർ ഷോർട്ട് സ്ട്രാഡിൽ. ലോങ് സ്ട്രാഡിലും ഉണ്ടാവും, ഷോർട്ട് സ്ട്രാഡിലും ഉണ്ടാവും. ലോങ് സ്ട്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ബൈയിങ് എ കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻ ഓൺ ദ സെയിം സ്റ്റോക്ക് വിത്ത് ദ സെയിം സ്ട്രൈക്ക് പ്രൈസ് അറ്റ് ദ എക്സ്പയറി ഡേറ്റ്. ലോങ് സ്ട്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും, പുട്ട് ഓപ്ഷനും ഒരേ സമയത്ത് പർച്ചേസ് ചെയ്തിട്ട് സെയിം സ്ട്രൈക്ക് പ്രൈസിലും സെയിം എക്സ്പയറി ഡേറ്റിലും വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോങ് സ്ട്രാഡിൽ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സലന്റ് സ്ട്രാറ്റജി ടു യൂസ് വെൻ വി തിങ്ക് ദ മാർക്കറ്റ് ഈസ് ഗോയിങ് ടു മൂവ്. സോ ഇതിൻ്റെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ആ ചാർട്ട് ഒന്ന് നോക്കിക്കോളൂട്ടോ നിങ്ങൾ. ആ ചാർട്ടിൽ നമ്മൾ പറയണത് എന്താണ് നോക്കിക്കോ, ഞാനത് വായിക്കാം. ഇപ്പോൾ അസ്യൂം ദാറ്റ് ദ ക്യാഷ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് ഈസ് 100. നിങ്ങളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട്, അതിന് 100 ആണ് അതിൻ്റെ പ്രൈസ് എന്ന് വിചാരിക്കാം. പക്ഷേ മിസ്റ്റർ എ ഈസ് നോട്ട് ഷുവർ അബൌട്ട് ദ ഡയറക്ഷൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്. പക്ഷേ എക്ക് നിശ്ചയമില്ല ഏത് ഡയറക്ഷനിലാണ് മാർക്കറ്റ് പ്രൈസ് പോകുന്നതെന്ന്. ബട്ട് വിശ്വസിക്കുകയാണ് ദാറ്റ് സ്റ്റോക്ക് വിൽ ബി സബ്സ്റ്റാൻഷ്യലി ഇൻ ഐദർ ഡയറക്ഷൻ. മറ്റു ഡയറക്ഷനിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന അയാൾ വിചാരിക്കുകയാണ്. ദെയർഫോർ ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് എ ലോങ് സ്ട്രാഡിൽ പൊസിഷൻ. He buys one call and one put option at a strike price of 100 on payment of premium of 5 each. Strike price 100 ആണ്, പ്രീമിയം 5 ആണെന്ന് വിചാരിക്കാം. സോ ഇവിടെ അദ്ദേഹം കോൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ വൺ പുട്ട് ഓപ്ഷൻ അറ്റ് എ സ്ട്രൈക്ക് പ്രൈസ് ആണ്. പക്ഷേ പ്രീമിയം ആയിട്ട് അയാൾ എത്ര കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്? ഒരു 5 rupees അഡ്വാൻസ് അയാൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, സോ സപ്പോസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് നിങ്ങൾ വിചാരിക്കുക 85ലേക്ക് താന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഹി വിൽ നോട്ട് എക്സസൈസ് ദ കോൾ ഓപ്ഷൻ അല്ലേ? സോ സ്ട്രൈക്ക് പ്രൈസ് ഹയർ ആവുമ്പോൾ അയാൾ എന്ത് ചെയ്യില്ല? ഹി വുഡ് നോട്ട് ബൈ. സ്ട്രൈക്ക് പ്രൈസ് ഹയർ ആവുമ്പോൾ അയാൾ എന്ത് ചെയ്യില്ല? ഹി വുഡ് നോട്ട് ബൈ. സോ പക്ഷേ അയാൾക്ക് നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉള്ളൂ? ദ ലോസസ് ഈസ് ഓൺലി ദ പ്രീമിയം പെയ്ഡ് അല്ലേ? പ്രീമിയം പെയ്ഡാണ് അദ്ദേഹത്തിന് നഷ്ടം ഉണ്ടാവുക. 5 rupees എക്സസൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രീമിയം പെയ്ഡ് മാത്രമേ ആൾക്ക് നഷ്ടമുള്ളൂ. സോ ഇവിടെ മാക്സിമം ലോസ് ഈസ് ലിമിറ്റഡ് ടു ദ ടോട്ടൽ പ്രീമിയം പെയ്ഡ് ഫോർ ദ കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ. കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും എത്രയാണ് പ്രീമിയം പെയ്ഡ് അതാണ് അവരുടെ മാക്സിമം ലോസ് വരുള്ളൂ. ക്ലിയർ? സോ അതുപോലെ തന്നെ ഇപ്പോൾ ജസ്റ്റ് അപ്പോൾ അത് മനസ്സിലായി വരുന്നുണ്ട്. സോ ഇപ്പോൾ ദ ഓപ്ഷൻ ബട്ട് പുട്ട് ഓപ്ഷൻ വിൽ ജനറേറ്റ് ₹50. പക്ഷേ ഇവിടെ 85 എന്നുള്ളത് പുട്ട് ഓപ്ഷൻ ആണെങ്കിലോ സെയിൽ ഓപ്ഷൻ ആണെങ്കിലോ അദ്ദേഹത്തിൻ്റെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ?
15 രൂപ അല്ലേ, 15 വരെ അയാൾക്ക് ലാഭമുണ്ട്. ബിക്കോസ് സ്റ്റോക്ക് ഡിക്രീസ് ചെയ്തപ്പോൾ സെല്ലർക്ക് ലാഭം, ബിക്കോസ് 100-നാണ് ഓപ്ഷൻ വെച്ചേക്കുന്നത്. അപ്പോൾ 15 വരെ പ്രോഫിറ്റ് ഉണ്ട്. ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് 90 ആണെന്ന് വിചാരിക്കുക, ദ സ്ട്രാഡിൽ ഹാസ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ് പൊസിഷൻ അല്ലേ. 90 ആണെങ്കിൽ അവിടെ എന്തില്ല, പ്രോഫിറ്റും ഇല്ല ലോസ് ഇല്ല. ബിക്കോസ് 15 - 5 എന്ന് പറഞ്ഞത് എന്ത് ആണ്, ലോങ് ഓപ്ഷന് വേണ്ടി കൊടുത്ത പ്രീമിയം, ഷോർട്ട് ഓപ്ഷന് വേണ്ടിയ പ്രീമിയം. ആൻഡ് ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഈസ് 90, സ്ട്രാഡിൽ ഹാസ് നോ പ്രോഫിറ്റ് നോ ലോസ് പൊസിഷൻ. ദിസ് ഈസ് കോൾഡ് ഡൗൺ സൈഡ് BEP ഫോർ സ്ട്രാഡിൽ ബയർ. അപ്പോൾ ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് 115 ആണെന്ന് വിചാരിക്കുക, പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, എക്സ്പയർ ആവും. He would not sell the stock at the strike price of 100, like so when the market price is 115, but call option എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ he can generate the profit, like net profit 15 വരെ കിട്ടാം. സോ അങ്ങനെ ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും കമ്പൈൻ ചെയ്ത് അതിൽ നിന്ന് പ്രീമിയം അല്ലെങ്കിൽ പ്രീമിയം ആണ് ഇവിടെ മാക്സിമം ലോസും മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ അപ്സ് ആൻഡ് ഡൗണും ആണ്. ക്ലിയർ? സോ ഗ്രാഫ് നോക്കുക, ലോങ് സ്ട്രാഡില് 100 നോക്കുക, ബ്രേക്ക് ഈവൻ പോയിന്റ് 100 ആണ് അല്ലേ, അതാണ് എക്സാക്ട് പ്രൈസ്. ഇപ്പോൾ 110 ആയി 90 ആയിട്ട് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, കണ്ടോ, സ്റ്റോക്ക് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് ലാഭവും കുറയുന്നതിനനുസരിച്ച് അവർ ഏത് ലോസ് ആണെങ്കിൽ ലിമിറ്റഡ് ടു മാക്സിമം ലോസ് 10 ആണ്. അപ്പോൾ ഈ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ലോ ആവുമ്പോൾ, അതായത് അസറ്റിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ 90 ആവുകയാണെങ്കിൽ A would not exercise the call option അല്ലേ. സ്ട്രൈക്ക് പ്രൈസ് ഹയർ ആണെങ്കിൽ he would not buy ചെയ്യില്ല, he will not exercise the call option. But put option ആണെങ്കിലോ what he will do, his profit will be 15 - 5 - 5. അതായത് എത്രയാണ് അദ്ദേഹത്തിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 5 ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇങ്ങനെയാണ് സ്ട്രാഡിലിന്റെ ലോങ് സ്ട്രാഡിൽ കൺസ്ട്രക്ഷൻ വരുന്നത്. ഇവിടെ ബൈ 1 കോൾ ഓപ്ഷൻ ആൻഡ് ബൈ 1 പുട്ട് ഓപ്ഷൻ. സോ സ്ട്രാഡിൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. സോ അതുകൊണ്ടാണ് ഡയഗ്രാം വന്നപ്പോൾ 100ന്റെ ആ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റും 90 സ്ട്രൈക്ക് പ്രൈസ്, അതായത് ഡിക്രീസ് ആകുമ്പോൾ എങ്ങനെയാണ് ഷോർട്ട് പൊസിഷനും ലോങ് പൊസിഷനും എടുക്കുന്നതെന്നും, അതായത് സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റും, അതായത് എത്രത്തോളം ആണ് പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നതെന്നും അല്ലെങ്കിൽ ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും മാറി എടുക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു ഈ ഒരു പ്രോബ്ലം നന്നായിട്ട് നോക്കാട്ടോ. സോ ഇതിലൊരു ക്വസ്റ്റ്യൻ വരാം, വെൻ ടു യൂസ് ദ ലോങ് സ്ട്രാഡിൽ സ്ട്രാറ്റജി. ലോങ് സ്ട്രാഡിൽ സ്ട്രാറ്റജി എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ലോങ് സ്ട്രാഡിൽ ഈസ് എ സ്യൂട്ടബിൾ സ്ട്രാറ്റജി വെൻ വി എക്സ്പെക്ട് ഹൈ വൊളാറ്റിലിറ്റി ഇൻ ദ പ്രൈസസ് ഓഫ് ദ അണ്ടർലൈങ് അസെറ്റ് ആൻഡ് വി ഡു നോട്ട് നോ ഇൻ വിച്ച് ഡയറക്ഷൻ ഇറ്റ് ഈസ് ഗോയിങ് ടു മൂവ്. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഏത് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത്? ലോങ് സ്ട്രാഡിൽ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത്. ഐ തിങ്ക് യു ആർ വെൽ ക്ലിയർ അബൌട്ട് ദ ലോങ് സ്ട്രാഡിൽ സ്ട്രാറ്റജി. Then now we will move to the short straddle. What is short straddle? Short straddle is formed by selling a call option and a put option on the same asset with the same strike price and same expiry date. അതായത് സെയിം ആയിട്ടുള്ള ഒരു അസറ്റിന് സെയിം സ്ട്രൈക്ക് പ്രൈസും സെയിം എക്സ്പയറി ഡേറ്റിലും നമ്മൾ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷോർട്ട് സ്ട്രാഡിൽന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോയിങ് ഷോർട്ട് സെല്ലിംഗ് ബോത്ത് ഓപ്ഷൻ, 2 ഓപ്ഷനിലും നമ്മൾ എന്താ ചെയ്യുന്നത്? സിംപ്ലി മീൻസ് ഗോയിങ് ഷോർട്ട്. ബോത്ത് ഓപ്ഷൻ രണ്ടും നമ്മൾ സെല്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ അണ്ടർലൈങ് പ്രൈസ് ഇസ് ക്ലോസ് ടു ദ സ്ട്രൈക്ക് പ്രൈസ് അറ്റ് എക്സ്പയറി ബോത്ത് ദ ഓപ്ഷൻസ് വിൽ എക്സ്പയർ. ഓപ്ഷൻ ട്രേഡർ എന്താ ചെയ്യുക? അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം തന്നെയായിരിക്കും. However, ഇതൊരു റിസ്കി സ്ട്രാറ്റജിയാണ്. ആൻഡ് ഇഫ് ദ പ്രൈസ് മൂവ്സ് അപ്പ് ഓർ ഡൗൺ ഷാർപ്ലി then the losses will be high for the option writer. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ വൺ കോൾ ഓപ്ഷനും സെൽ 1 പുട്ട് ഓപ്ഷനുമാണ്. ലോങ് സ്ട്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ കോൾ ഓപ്ഷനും അറ്റ് ദ മണിയാണ് രണ്ടും, ബൈ
കോൾ ഓപ്ഷനും ബൈ പുട്ട് ഓപ്ഷനും. ഷോർട്ട് സ്ട്രാഡിൽ സെൽ കോൾ ഓപ്ഷനും സെൽ പുട്ട് ഓപ്ഷനാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി മാക്സിമം ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സ്ട്രാഡിലെ ലോസ് വിൽ ബി അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ലോസ് അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു വളരെ റിസ്കി ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ലിമിറ്റഡ് ടു ദ നെറ്റ് പ്രീമിയം റിസീവ്ഡ് ഫോർ സെല്ലിംഗ് ദ ഓപ്ഷൻസ്. Break-even point. There are two break-even points for the short straddle position. The break-even points can be calculated using the following formula. Upper break-even point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ strike price of the short call plus net premium. Lower break-even point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ strike price minus net premium. നമുക്ക് ആ ഒരു ഡയഗ്രം നമുക്ക് നോക്കാം. ഇതിൽ ഷോർട്ട് സ്ട്രാഡിൽ പറയുന്നത് നോക്കിക്കോട്ടെ. ഇൻ ദ കേസ് ഓഫ് സ്ട്രാഡിൽ സെല്ലർ there will be a profit as long as cash price of the underlying asset at the expiry of the option. നോക്കാം. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ പ്രൈസ് 100 ആണ്. ഇപ്പോൾ ഇത് ഇൻക്രീസ് ആവുകയാണെങ്കിൽ 110 വരെയും ഡിക്രീസ് ആവുകയാണെങ്കിൽ 90 വരെയും. അതാണ് ആ ട്രയാങ്കിളിൽ രണ്ട് പോർഷൻ കാണിക്കുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100ൽ നിൽക്കുന്നു. അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ in the case of straddle seller, there will be profit as long as cash price of the underlying asset is within a range of 90 and 110. In fact, 90 and 110 are BEPs for straddle seller as well. If the market price goes below 90 or above 110, straddle position എന്താ പറ്റുക will result in a loss അല്ലേ. So maximum profit to the straddle seller will occur when the market price of the stock is happen to be the strike price of the option. The maximum profit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ will be the total premium received for the option, that is 10. In such case, the buyer will not exercise the option. So straddle strategy, long straddle strategy, short straddle strategy. Short straddle strategy പറയുന്നത് ഈ ഒരു എക്സാമ്പിൾ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളമാണ് സെല്ലർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക. സെല്ലറുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർലൈയിങ് അസെറ്റിന്റെ അതായത് മാർക്കറ്റ് പ്രൈസിന്റെ എക്സ്പയറി ഓഫ് ദ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഞ്ച് ബിറ്റ്വീൻ 90 ആൻഡ് 110 നിൽക്കുന്ന ആ ഒരു പൊസിഷൻ. ഇൻഫാക്ട് 90 ആൻഡ് 110 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാഡിൽ സെല്ലറിന് സ്യൂട്ടബിൾ ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഗോസ് ബിലോ 90 ആണെങ്കിലോ ഓർ എബവ് 110 ആണെങ്കിലോ ബിലോ 90 ആണെങ്കിലും എബവ് 110 ആണെങ്കിലും ഷോർട്ട് സ്ട്രാഡിൽ പൊസിഷന് ലോസ് ആണ് വരിക. സോ മാക്സിമം പ്രോഫിറ്റ് ഇത് സ്ട്രാഡിൽ സെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്ക് പ്രൈസിൽ വന്ന് നിൽക്കണം, 100ൽ വന്ന് നിൽക്കണം അറ്റ് ദ എക്സ്പയറി ഓഫ് ദ ഓപ്ഷൻ. സോ മാക്സിമം പ്രോഫിറ്റ് വിൽ ബി ദ ടോട്ടൽ പ്രീമിയം റിസീവ്ഡ് ഫോർ ദ ഓപ്ഷൻ, ദാറ്റ് ഈസ് 10 അല്ലേ. അപ്പം പ്രീമിയം എത്രയാണ് കൊടുത്തേക്കുന്നത് അതായിരിക്കും അയാളുടെ മാക്സിമം പ്രോഫിറ്റ്, നെറ്റ് പ്രീമിയം റിസീവ്ഡ് ഫോർ സെല്ലിംഗ് ദ ഓപ്ഷൻസ്. Okay, so short straddle is shown on the following diagram. It is short straddle payoff. I think you are well clear about the long straddle strategy and short straddle strategy. And another question will arise: when to use the short straddle strategy? When the investor expects that the market will remain stable, less volatility ആണെന്നുണ്ടെങ്കിൽ ആണ് ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഷോർട്ട് സ്ട്രാഡിൽ സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതാണ് when to use the short straddle strategy. When the investor expects that the market will remain stable, less volatility, then the short straddle strategy can be used. I think you are well clear about the straddle strategies. If you have any doubts and queries, you can ask me through our WhatsApp group. I will give you the notes of these option strategies in our WhatsApp group. So please write down the note, and if you have any doubts you can ask me. Okay, have a nice day.